കൂട്ടുകാരെ അത് ആദ്യത്തെ കാസ്റ്റിംഗ് കേട്ടോ. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചറപറ പുലനടി ഉണ്ടായിരുന്നു. ഹായ്, കോട്ടയത്ത് ചറപറ പുലനടി. നമ്മളെ വിളിച്ചു പറഞ്ഞു, ഇതേ നമ്മൾ ഇന്ന് ചൂണ്ടിടാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ ജോവേഷ് അവിടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മീനടിക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരത് കോട്ടയത്ത് നന്നായിട്ട് തീറ്റയിൽ പുലനടിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിടാനായിട്ട് വന്നതാണ്. ഇത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ജോവേഷാണ് ചൂണ്ടയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ മീൻ ജോവേഷ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇത് മീൻ കയറി തന്നെ കണ്ടോ. അപ്പോൾ അത് ഫസ്റ്റിലത്തെ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ കയറ്റി വലയിലിട്ടിട്ട് അടുത്ത മീൻ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ചൂണ്ട കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ പുല്ലിനെ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അതിനെ ജോവേഷ് തന്നെ കരയിലേക്ക് കയറ്റുന്നു. ചൂണ്ട സ്പെഷ്യലിസ്റ്റ് ജോവേഷാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. പുള്ളിയാണ് ചൂണ്ടയുടെ പരിപാടികളൊക്കെ നോക്കാറ്. എന്തായാലും പുള്ളിക്ക് വെയിലും മഴയൊന്നും ഒരു പ്രശ്നമല്ല. ചൂണ്ട കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുലിയാണ്. എന്തായാലും ഇത് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ പുല്ലിനെ കരയിലേക്ക് കയറ്റിയിട്ടുണ്ട്. എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, രണ്ടാമത്തെ കരയിൽ കയറി കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കിട്ടുമെന്ന് നോക്കാം. ചെറവറ അടിക്കുന്നുണ്ട് കേട്ടോ മീൻ. ഇത് അടുത്ത മൂന്നാമത്തെ പുല്ലിനടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി തണുപ്പത്തേക്ക് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് ജോവേഷ് അവിടെ നിന്ന് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക. ഇത് അത് നല്ല ഹെവി പുല്ലിനാട്ടോ. മൂന്നാമത്തെ പുല്ലിനടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത നാലാമത്തെയും കിട്ടിയിട്ടുണ്ട്. അടുത്ത നാലാമത്തെ പുല്ലിനടിച്ച് കയറ്റുന്നു. ദേ അതും ഒരു അടിപൊളി പുല്ലിനാട്ടോ. എല്ലാം നല്ല സൈസ് പുല്ലിനെ കിട്ടണേ. അപ്പോൾ ദേ കണ്ടോ. അപ്പോൾ ദേ നമുക്കിത് ഇത്രയും മീൻ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറവറ അടി ഉണ്ടായിരുന്നു. അത്യാവശ്യ സമയം കൊണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അടിച്ച് കിട്ടിയ മീനാട്ടോ ഇത്.